അറിയോ, എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞം 5-ാം അധ്യായമായ സന്യാസയോഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ദ്രിയങ്ങളിലൂടെ, അതായത് ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളാകുന്ന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് വേദാന്ത ശാസ്ത്രത്തിൽ ഗീതയുടെ ഭാഷയിൽ വിഷയസുഖങ്ങൾ എന്ന് പറയുന്നത്. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണമാണ്: ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ഇതിനെയാണ് വിഷയങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഈ വിഷയസുഖങ്ങൾ ശാശ്വതങ്ങളല്ല. അതിന് എന്താ പറയുക, ക്ഷമിക്കണം, അതിനെന്തുണ്ട്? അതിന് പരിമിതിയുണ്ട്. ശാശ്വതമല്ല അത്. അതെ, ശാശ്വതമായിട്ടുള്ളത് ഏതാണ്? അതാണ് നമ്മളിവിടെ കഴിഞ്ഞ ശ്ലോകം കൊണ്ട് പറഞ്ഞത്. 22-ാമത്തെ ശ്ലോകത്തിൽ യേഹി സംസ്പർശജ ഭോഗാഹ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ തരുന്ന ആ വിഷയങ്ങൾ അത് പരിമിതങ്ങളാണ്. ശാശ്വത ശാന്തിയെ, സമാധാനത്തെ നൽകാൻ പോകുന്നതല്ല. മാത്രമല്ല, അത് ദുഃഖയോനയ, അതിൻ്റെ ഉറവിടം തന്നെ ദുഃഖത്തിൽ നിന്നാണ് അത് ആവിർഭൂതമായിട്ടുള്ളത്. അതുകൊണ്ട് അതിനെന്തുണ്ട്? ആദ്യന്തവന്ത, അതിന് തുടക്കവും ഒടുക്കവും ഉള്ളതാണ്. അതുകൊണ്ട് തേഷു ബുധഃ ന രമതേ, ജ്ഞാനികൾ അതിൽ രമിക്കുന്നില്ല, അവരതിൽ സന്തോഷിക്കുന്നുമില്ല. ഇത്ര വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്ന് ശക്നോതി ഹൈവ യഃ സോഢും പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സസുഖി നരഃ. ആരാണ് ശാശ്വതമായ സുഖം? അങ്ങനെ ശാശ്വതമായൊരു സുഖം ഉണ്ടോ? ഇപ്പം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ അറുതിയുണ്ട് എന്നുള്ളത് ശരിയാണ്. കാരണം മുൻ അധ്യായത്തിൽ തന്നെ സുഖം വസ്തുനിഷ്ഠമാണോ മറിച്ച് ആത്മനിഷ്ഠമാണോ? ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും. പല വിധത്തിൽ നമുക്ക് സുഖം കിട്ടുന്നുണ്ട്. ഇതൊക്കെ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് സുഖം കിട്ടുന്നുണ്ട്. എന്നാൽ ഇതേ അനുഭവിക്കുന്നത് തന്നെ അളവിൽ കൂടിക്കഴിഞ്ഞാലോ അപ്പോൾ നമ്മൾ പറയുക അധികമായാൽ അമൃതം വിഷം എന്ന് പറയും. എന്നാൽ ഇതൊന്നുമില്ല, ഇതിൻ്റെ സമ്പൂർണ്ണ അഭാവമുണ്ട്. നിദ്ര എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, യാതൊരു തരത്തിലുള്ള വിഷയങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? സുഖമാണ്. അപ്പോൾ ഈ നിദ്രയിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖത്തിനെ, അതിനൊരു ഒരു ഒരു തുടർച്ചയായ അതുപോലെ ഈ ഉണർന്നിരിക്കുമ്പോൾ അത് കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്നല്ല. ഉണർന്നിരിക്കുമ്പോൾ നിദ്രയിൽ എന്ത് സുഖമാണോ അനുഭവിക്കുന്നത്, ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന ഒരു സൗഖ്യം കിട്ടുന്നുണ്ട് നമുക്ക്. അത് ഉണർവിൽ കിട്ടുമെന്നാണ്, കിട്ടും എന്നാണ്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്ന സുഖം എന്ന് പറയുന്നത്. അതെന്താ ഇവിടെ പറയുന്നു? ശക്നോതി ഇഹ യഹ, യാതൊരുവനാണോ, യഹ നര, യാതൊരു മനുഷ്യൻ, ശരീരവിമോക്ഷണാത്, ഈ ശരീരത്തിൻ്റെ മോചനത്തിന് മുൻപ്, അതായത് മരണത്തിന് മുമ്പ്, പ്രാക് ഇഹ ഏവ, ഇവിടെ തന്നെ അതിനു മുമ്പ്, കാമക്രോധ സമുദ്ഭവം, കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനക്ഷോഭത്തെ ആരാണോ സോടും, അതിനെ അടക്കാൻ, സഹിക്കാൻ, അതിവർത്തിക്കാൻ പ്രാപ്തനായിട്ടുള്ളത്, ശക്നോതി, ശക്തിയുള്ളവനാകുന്നത്, സഹ, അവൻ യുക്ത, അവൻ ഈ ഐക്യം പ്രാപിച്ചവനാണെന്ന് പറയാം. അപ്പോൾ ഈ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ വാസ്തവത്തിൽ ഏതെങ്കിലും കാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് മാത്രം ഉള്ളതാണോ?
അങ്ങനെയല്ല എന്ന് പറയാം. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഇത്തരം വൈരുദ്ധ്യങ്ങളും വൈപരീത്യങ്ങളും വൈചിത്ര്യങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. നമ്മുടെ ഓഫീസ് ജീവിതമാവട്ടെ, വീടാവട്ടെ, എല്ലാം തന്നെ എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. അപ്പം ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പത്മപത്രം ഇവ അംബസ, ഈ താമരയില പോലെ നിലകൊള്ളുന്ന പരിപാടി എങ്ങനെ നടക്കും? വളരെ രസമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ടെഫ്ലോൺ കോട്ടിംഗ് ഉണ്ടല്ലോ, ഒട്ടിപ്പിടിക്കാതിരിക്കൽ, നോൺ സ്റ്റിക്കിൻ്റെ പിറകെ ഓടല്ലേ നമ്മൾ. അപ്പോൾ ആ വിദ്യ എന്താണ്? ഇതാണ്. ആർക്കാണത് സാധിക്കുന്നത്? മുമ്പ് തന്നെ, ഈ ശരീരം വീഴുന്നതിന് മുമ്പ് തന്നെ. സഹ, അവൻ എന്താണ്? സുഖി, അവനാണ് ശരിക്കും സുഖം അനുഭവിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ. അപ്പം യഥാർത്ഥ സുഖിയും ഭോഗിയും ഇപ്പം രണ്ടുപേരും ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഇനി അടുത്ത ആ യോഗിയുടെ അവസ്ഥ. ആരാണ് യോഗി? യോഗി 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 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആരാ ഈ യോഗി? യോഗിയുടെ ജോലി എന്താണ്? ഇങ്ങനെ കാവ്യ എടുത്ത് നടക്കുന്ന ഒരാളാണോ യോഗി? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്കങ്ങനെ പല യോഗികളെയും നമുക്കറിയാം. ആരാ യോഗി? ഇവിടെ പറയണു 24-ാമത്തെ ശ്ലോകം കൊണ്ട് 5-ാം അധ്യായത്തിൽ. യോന്ത സുഗോന്തരാരാമഃ തദാന്തർജ്യോതിരേവയഃ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യഹ അന്തഃസുഖ അന്തരാരാമഃ തദാ അന്തർജ്യോതിഃ ഏവ യഹ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതഃ അധിഗച്ഛതി. ആര്? യഹ, യാതൊരുവനാണോ അന്തഃസുഖ അന്തരാരാമഃ, അന്തരാത്മാവിൽ സുഖം ഉള്ളവൻ, ആ അന്തശീതളിമ എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളവൻ, അവനെ ബാഹ്യമായ എന്ത് ഏടാകൂടങ്ങളും അവൻ്റെ ആ ശീതളിമയെ കെടുത്താൻ സാധിക്കില്ല എന്ന് പറയാം. ആ സ്വാസ്ഥ്യത്തിൽ, അത് ഈ സ്വസ്ഥത എന്ന് പറയുന്നത് അതാ. സ്വസ്മിൻ സ്ഥീയതേ ഇതി ഭാവഃ, ഞാനായിട്ടിരിക്കുക. അതല്ലാതെ ഇരിക്കുമ്പോഴാണ് ആകെ കൂടെ ഏടാകൂടാവുന്നത്. അന്തഃസുഖ അന്തരാരാമഃ, എനിക്ക് രമിക്കുന്നതിന് ഞാൻ തന്നെ ധാരാളം, ഇതരങ്ങളായിട്ടുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല, എന്നിൽ തന്നെ ഞാൻ സുഖം കണ്ടെത്തുന്നു. അവനാണ് അന്തരാരാമഃ. അതുതന്നെയാണ് ആത്മാരാമൻ എന്ന് പറയുന്നത്. തഥാ, അപ്രകാരം, യഹ, യാതൊരുവൻ, അന്തഃജ്യോതി, അവൻ്റെ ജ്യോതിസ്, അവൻ്റെ വിളക്ക്, അവൻ വിളക്ക് ഇങ്ങനെ വൈകുന്നേരം ഇത്ര മണിക്ക്, അയ്യോ സൂര്യൻ അസ്തമിച്ചു, ആ സമയത്ത് ആ കൃത്യം മുഹൂർത്തത്തിന് തന്നെ വിളക്ക് കൊളുത്തണം, കൊളുത്തിയിട്ടില്ലെങ്കിൽ അപകടമാണ്. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ കൈയും മുഖവും കാലും ഒക്കെ കഴുകിയിട്ട് ആദ്യം ചെയ്യുന്ന പണി വിളക്ക് കൊളുത്തലാണ്. ആ തിരി അണയാതെ ഞാൻ നോക്കും. ഇങ്ങനെ ബാഹ്യമായ വിളക്കിനെ കുറിച്ചല്ല പറയും. അത് എണ്ണ ഉണ്ടെങ്കിൽ അത് കത്തും, കാറ്റ് വന്നാൽ അത് അണയും, ഇത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ ടെക്നോളജി അത്രയാണ്. അപ്പം അതെന്താണ്? അന്തഃജ്യോതി, അന്തരാത്മാവിൽ അകത്ത് ആ പ്രകാശം ഉള്ളയാൾ. അന്തർജ്യോതി ബഹിജ്യോതി പ്രത്യഗ്ജ്യോതി പരാത്മന. ജ്യോതി ജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മ്യഹം, ഭഗവത്പാദർ പറയും. അപ്പം അന്തർജ്യോതി, ആ അകത്ത് പ്രകാശമുള്ള അവൻ, സയോഗി, അവനാണ് യോഗി. അല്ല, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു യോഗി എന്ന് പറഞ്ഞ് അത് യോഗിയാണോ എന്ന് ചോദിച്ചാൽ അത് യോഗി എന്നാവണമെന്നില്ല. ശങ്കരാചാര്യർ പറയും, യോഗരഥോവ ഭോഗരഥോവ സംഘരഥോവ സംഘവിഹീന
യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യവന. ബാഹ്യമായിട്ട് യോഗി എന്നുള്ള പേരുണ്ടാവാം, ചിലപ്പോൾ തലമുണ്ടനം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജഡയായിരിക്കാം. ശങ്കരാചാര്യർ പറയുന്നുണ്ടല്ലോ, ജഡിലോ മുണ്ടി ലുഞ്ചിതകേശ കാഷായാംബര ബഹൂർതവേഷ പശ്യന്നഭിനജ പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷ. അപ്പം നമ്മൾ ഈ ബാഹ്യലക്ഷണങ്ങളോ ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഒന്നുമല്ല യോഗിക്ക്. യോഗിയെയും ഇവിടെ നിർവചിക്കുക തന്നെയാണ്. ആ അന്തഃസുഖ അന്തരാരാമ അന്തജ്യോതി ഏവഹ, ആർക്കതുണ്ടോ സ യോഗി, അവൻ യോഗിയാണ്. ബ്രഹ്മഭൂത ബ്രഹ്മനിർവാണം അധിഗച്ഛതി. ബ്രഹ്മഭൂത ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, അവൻ ബ്രഹ്മമാണ്, ബ്രഹ്മമായി തീർന്ന് അതുമായി താതാത്മ്യം പ്രാപിച്ച് ബ്രഹ്മനിർവാണം, ബ്രഹ്മമാകുന്ന മോക്ഷത്തെ, നിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ, അധിഗച്ഛതി പ്രാപിക്കുന്നു. ആര്? ഈ യോഗി. അപ്പോൾ യോഗിയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മറ്റൊന്നും യോഗിയുടെ ധർമ്മമല്ല. യോഗി എപ്പോഴും ഇങ്ങനെ അന്തരാത്മാവിൽ ആ അന്തശീതളിമ സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. ആൾക്ക് മറ്റ് വ്യാപാരങ്ങളൊന്നുമില്ല. ഇനി മറ്റു വ്യാപാരങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഇങ്ങനെ അന്തശീതളിമ അനുഭവിച്ചൂടെ എന്ന് ചോദിച്ചാൽ തീർച്ചയായും. അതാണ് ഗീത നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അല്ല എവിടെയെങ്കിലും കാട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കണം എന്നല്ല. തുടർന്നു, ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാഃ ചിന്നദ്വൈധാ യദാത്മാനഃ സർവഭൂതഹിതേരതാഃ. വളരെ വളരെ പ്രധാനപ്പെട്ടതാ. ക്ഷീണകന്മഷാഃ, കൽമഷങ്ങൾ, പാപങ്ങൾ എല്ലാം ക്ഷയിച്ചിട്ടുള്ള, നശിച്ചിട്ടുള്ള. ചിന്നദ്വൈധ, സംശയത്തിൻ്റെ കണിക പിന്നെ ഇല്ല എന്ന് പറയാം. യഥാത്മാനഃ, ആത്മാവിൽ നിയന്ത്രണമുള്ളവൻ. അങ്ങനെയുള്ള ആത്മനിയന്ത്രിതനായിട്ടുള്ള സർവഭൂതഹിതേരതാഃ. ഈ യോഗി യാതൊരു വിധത്തിലുള്ള ഈ യോഗിയെ സംബന്ധിച്ച് വിഭജനങ്ങൾ എന്നത് അദ്ദേഹത്തിൻ്റെ നേത്രത്തിൽ പതിയുന്നതല്ല. ആളുകളെ വിഭജിച്ചു കാണുകയോ മറ്റെന്തിനോടെങ്കിലും വിഭജനം കാണുകയോ, പശുവിനോട് സ്നേഹം ബാക്കിയുള്ളതിനോടൊന്നും സ്നേഹമില്ലായ്മ, യോഗിയുടെ പ്രേമം, യോഗിയുടെ സ്നേഹം, യോഗിയുടെ ശ്രദ്ധ വിഭജനങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഇവിടെ പറയുന്നു സർവഭൂതഹിതേരതാഃ, പ്രപഞ്ചത്തിലെ സർവപ്രാണിവർഗങ്ങളോടും യാതൊരു വിധത്തിലുള്ള ഭേദവും കൂടാത്തവൻ, അവനാണ് യോഗി. ആ യോഗിയിൽ എന്തില്ല? ആത്മനിയന്ത്രണമുള്ളവനാണ്, പാപം തൊട്ട് തീണ്ടാത്തവനാണ്, സംശയമേ ഇല്ല. അങ്ങനെയുള്ള ആ യോഗി ഋഷിയുമാണ്. ബ്രഹ്മനിർവാണം ലഭതേ, ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്ന് പറയുന്ന ആ ജീവൻ മുക്താവസ്ഥയെ യോഗി പ്രാപിക്കുന്നു. എങ്ങനെയാ? ആ സമത്വ ബുദ്ധി കൊണ്ട് യോഗി അതിനെ കൈവരിക്കുന്നു. അതാണ് അതിൻ്റെ രഹസ്യം. ശരിക്കും പറഞ്ഞാൽ അടുത്ത ശ്ലോകം കൊണ്ട് 5-ാം അധ്യായത്തെ ഉപസംഹരിക്കുകയാണ്. എന്നിട്ട് 6-ാം അധ്യായം മെഡിറ്റേഷനാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു തുടക്കം കൂടെ വെക്കുന്നുണ്ട് ഈ അടുത്ത ശ്ലോകം കൊണ്ട്. നമുക്ക് നോക്കാം. കാമക്രോധവിയുക്താനാം യദീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം.
ക്രോധ വിയുക്താനാം യതചേതസാം വിദിതാത്മനാം. 3 തരത്തിൽ 3 കാര്യങ്ങളെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കാമക്രോധ വിയുക്താനാം. ആരെ ഈ കാമക്രോധ വിയുക്തന്മാർ? കാമക്രോധങ്ങളിൽ നിന്ന് വേർപെട്ടിട്ടുള്ളവരാണ്. അതെവിടെയാണ് ഈ കാമക്രോധങ്ങളെ വേർപെടുക്കുന്ന വിദ്യ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിനെയാണ് ഇന്ദ്രിയജയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുള്ളവരാരാണോ അവർ കാമക്രോധ വിയുക്തന്മാരാണ്. അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഏടാകൂടങ്ങൾക്കൊന്നും അതിന് പ്രാമുഖ്യം നൽകി അതിന് തൻ്റെ ഊർജത്തെ വെറുതെ വ്യയം ചെയ്യുന്ന ഇടപാടില്ലാത്തവരാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ആരാ പറഞ്ഞത്? നിങ്ങളെക്കുറിച്ച് ആര് പറയൂ, ആരാ പറഞ്ഞതെന്ന് പറയൂ. ഇനി വേണ്ട, പോട്ടെ, അത് അങ്ങനെ പോട്ടെ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എന്നാൽ പിന്നെ നീ ഇത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാനിത് അബദ്ധത്തിൽ പറഞ്ഞു പോയതാ, നിങ്ങളത് വിട്ടേക്കൂ. അല്ല അത് വിടാൻ വരട്ടെ. ആരാ പറഞ്ഞത്? എന്നിട്ടിങ്ങനെ ആളുകളെ എണ്ണും. നാളാ അവരൊന്നുമല്ല. പിന്നെ ആരാണ്? ഭാര്യയോട് ചോദിക്കുകയാണ്. പിന്നെ ആരാണ്? പിന്നെ ശബ്ദമൊക്കെ മാറും മൂപ്പരുടെ. പിന്നെ ആര്? നിൻ്റെ തന്തയാ? അങ്ങനെയൊക്കെയാവും. പിന്നെ അവർ പേടിച്ചിട്ട് വേഗം പറയും. എന്നാ അവനോട് ചോദിച്ചിട്ട് തന്നെ അങ്ങനെ എന്താ പറയുക, പിരി കയറുക. എന്ത് വേണമെങ്കിൽ പറയട്ടെ എന്ന് നിങ്ങളെക്കുറിച്ച്. നിങ്ങളെന്തിന് ഇതിനൊക്കെ, ഇതിൽ നിങ്ങൾക്ക് അടക്കം വന്നിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്. ഭാര്യ വീട്ടുകാരോ ഭർത്താവിൻ്റെ വീട്ടുകാരോ അമ്മായിയമ്മയോ അവരോ ഇവരോ ഒക്കെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പരിപാടിയാണ് ഇതൊക്കെ. അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ കുറേ ആൾക്കാർ. ഇപ്പം ആണെങ്കിൽ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. നല്ലതിന് വേണ്ടി തുടങ്ങിയതാണ്. എന്നിട്ടിപ്പോൾ എന്തായി? നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് എല്ലാവരും കൂടെ തുടങ്ങിയതാണ്. ഇപ്പം അത് മൊത്തം കൊളായി എന്ന് പറയാം. പലരും എവിടേക്കോ ആണല്ലോ, ഇവരൊന്നും തമ്മിൽ പരിചയമില്ലല്ലോ. എല്ലാവരും ഒക്കെ ഒന്ന് ഇന്നെന്ന ആളുകളുടെ മക്കളൊക്കെ ഇവരവിടെ പഠിക്കുന്നു, ഇവർ ഒരുത്തങ്ങനെ കല്യാണം കഴിച്ചു, അതൊന്നും പിന്നെ നമ്മളോട് പറഞ്ഞില്ല. അത് പിന്നെ അവരങ്ങനെ ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമ്മളൊക്കെ എന്തൊക്കെ തന്നെ ആയാലും രക്തബന്ധമൊന്നും മറക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ടോ അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അതിൽ രാഷ്ട്രീയം വന്നു. അപ്പോൾ ചില അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ പിന്നെ ചിലർ പേഴ്സണലായിട്ട് ഈ നമ്പർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ അയക്കാൻ തുടങ്ങി. നിങ്ങളെ ഈ ഗ്രൂപ്പ് ചേർക്കരുതെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് ആദ്യം. അങ്ങനെയാണ് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പം കണ്ടോ നിങ്ങൾ വലിയ അങ്ങനെയാണോ? തുടങ്ങി വീണ്ടും പൊരിഞ്ഞാട്ടി. ചിലരിത് കേട്ടതോടുകൂടി കയറെടുക്കാൻ പോയി തൂങ്ങി ചാവാൻ. ഇതെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ? അതിനെയാണ് ഇവിടെ എന്തു പറഞ്ഞത്? കാമക്രോധ വിയുക്താനാം. അതിനെന്തു വേണം? ഇന്ദ്രിയ ജയം നേടണം. ഇതാണ് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തത് പറയുന്നത് എന്താണ്? യതചേതസാം. യതചേതസന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേതസ്സിൽ മനസ്സിനെ അടക്കാൻ ശീലിച്ചിട്ടുള്ളവർ. അത് പ്രധാനമാണ്. മറ്റേത് ഇന്ദ്രിയം തന്നെ ഇങ്ങനെ കിടന്നിങ്ങനെ കൈയും കാലും വിറയ്ക്കുവേ, ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കും.
ആകെ കൂടെ അങ്ങനെ മൊത്തത്തിലൊരു വിറയലാണ്. അത് കാണുമ്പോൾ പേടിയാവും. യഥചേതസാം, മനസ്സിനെ വശപ്പെടുത്തിയവരാരാണോ. പിന്നെയോ വിദിതാത്മനാം, വിദിതാത്മാക്കൾ അവരാരാണ്? ബുദ്ധിയെ ജയിച്ചവർ. ഇങ്ങനെ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി. ചിന്മയൻ സ്വാമികൾ ഗീതാജ്ഞാന യജ്ഞം നടത്തുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ചാർട്ടുണ്ട്. അതിന് പറയുക BMI ചാർട്ട് എന്നാണ്. ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ്. പിന്നെയുണ്ട് 2 കോളങ്ങളും കൂടെ, OET, PFT. OET ഒബ്ജക്റ്റ്, ഇമോഷൻ, തോട്ട്. PFT പെർസീവർ, ഫീലർ, തിങ്കർ. ഏറ്റവും മുകളിൽ വി വാസനാസ്, അതിൻ്റെ ഈ മുകളിൽ ഓം. നമ്മളെ ഡയഗ്നോസ് ചെയ്തിട്ട് ഇങ്ങനെ എവിടെ നിന്നൊക്കെയാണ് കാര്യങ്ങൾ പോണത് എന്ന് പറയുന്നതാണ്. അപ്പം നമ്മുടെ BMI ശരിയാക്കണം. അങ്ങനെ BMI ശരിയാക്കിയ ആളാണ്. കാമക്രോധ വിയുക്താനാം യഥചേതസാം വിജിതാത്മനാം യതീനാം. അത് തന്നെയാണ് യോഗി, അത് തന്നെയാണ് ഋഷി. അതാണ് ഇപ്പോൾ ഇതാ പറയുന്നത്, യതീനാം. യതി എന്ന് പറഞ്ഞാൽ ഈ യത്നശീലമുള്ളവരാ, ഇത് അഭ്യസിക്കുന്നതാ. ഇതെന്താണ് ഈ പല പേരിൽ പറയുന്നത്? നോക്കൂ, നിങ്ങൾ തന്നെ പല പേരിലല്ലേ നിങ്ങളെ. ഇപ്പോൾ ഒരാൾ അവരുടെ ഭാര്യയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അയാൾ ആരാണ്? ഭർത്താവാണ്. ഭാര്യയാണെങ്കിലോ ഭാര്യയാണ്. ഈ 2 പേരും അവരുടെ രക്ഷിതാക്കളെ മുന്നിൽ നിൽക്കുമ്പോൾ അവരാരാ? കുട്ടികളാണ്. അവരുടെ കുട്ടികളുടെ മുന്നിൽ ഇവർ നിൽക്കുമ്പോഴോ അവർ രക്ഷിതാക്കളാണ്, അവരുടെ അമ്മയും അച്ഛനുമാണ്. അവരുടെ ഓഫീസിലാണെങ്കിലോ ചിലപ്പോൾ അവരുടെ മേലുദ്യോഗസ്ഥയായിരിക്കും, കീഴുദ്യോഗസ്ഥനായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം. വേറൊരു സർക്കിളിലാണെങ്കിലോ ഫ്രണ്ട്സ് ആയിരിക്കാം, വേറൊരിടത്തോ ശത്രു ആയിരിക്കാം. ഒരാളെങ്ങനെ ഇങ്ങനെ പലതാവുന്നത്? അതുപോലെയാണ്. അത്രയേ ഉള്ളൂ, അല്ലാതെ പല ആൾക്കാരില്ല. ഇങ്ങനെയാണ് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും ഒക്കെ അറിയേണ്ടത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരല്ല, ഒരാളാണ്. 3 വേഷത്തിലാണ്, 3 റോളാണ്. മൂപ്പര് സൃഷ്ടിയുടെ ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചെയർമാനാണ്. അതേപോലത്തെ സ്ഥിതിയിൽ പോയി മൂപ്പര് ആ കൂട്ടിട്ട് കഴിഞ്ഞാൽ അതേ ആളാണ് അവിടെ. സംഹാരത്തിൻ്റെ അടുത്ത് പോയാൽ മൂപ്പരാണ് ആള്, സെയിമാണ്. ആൾ 3 ജോലി ചെയ്യണമെന്നേ ഉള്ളൂ. ഇതുപോലെയാണ് ഇവിടെ പറഞ്ഞ യോഗി, യതി, ഋഷി. അങ്ങനെ യതീന, യതികൾക്ക്, സന്യാസിക്ക്, യോഗിക്ക് അഭിത വർത്തതേ. അവരെന്താണ്? ഏതിൽ? ബ്രഹ്മനിർവാണം അഭിത വർത്തതേ, ബ്രഹ്മനിർവാണമേവ അഭിത വർത്തതേ. അവരാ ബ്രഹ്മനിർവാണത്തിൽ, ആ മോക്ഷത്തിൽ എപ്പോഴും വർത്തിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് ഈ അധ്യായത്തിൻ്റെ അതിനെ എന്താ പറയുക, സംഗ്രഹിക്കുകയാണ് ഭഗവാൻ. തുടർന്ന് വരുന്നത് ഇതിലേക്ക്, ഈ ബ്രഹ്മനിർവാണം എങ്ങനെ മോക്ഷത്തെ കരഗതമാക്കണം, ഇതെങ്ങനെ അഭ്യസിക്കണം, പരിശീലിക്കുന്ന വഴി എന്താണ്? ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണോ? ഇത് നടക്കുമോ? നടക്കും. ആർക്ക്? യത്നിക്കുന്നവർക്ക്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്? തുടർന്നുള്ള 2 ശ്ലോകങ്ങൾ 27, 28 ഒരുമിച്ചാണ് അത് അന്വയിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് ശ്ലോകത്തിൻ്റെ കിടപ്പ്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ
പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛ ഭയക്രോധാഃ യഃ സദാ മുക്ത ഏവ സഃ. ബാഹ്യാൻ സ്പർശാൻ ബഹി കൃത്വാ. ബാഹ്യാൻ പുറമെയുള്ള, സ്പർശാൻ എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം ഇത്യാദി വിഷയങ്ങളെ ബഹിഹി കൃത്വ പുറത്ത് നിർത്തി. നാരായണ ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി. കണ്ണുകൾ ഉള്ളടക്കി. കഠോപനിഷത്തിൽ പറയും, പരാഞ്ചികാനി വിതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യഗാത്മാനം ഐക്ഷത് ആവൃത്ത ചക്ഷുഹു. കണ്ണുകളെ ഉൾവലിച്ച്. കണ്ണുകൾ എന്തു വേണം? കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 5 കണ്ണ് നമുക്കുണ്ടോ? ഇല്ലല്ലോ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനെ ബഹുവചനമാക്കി പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എന്നതാണ്. അപ്പം ശബ്ദസ്പർശ രസ രൂപഗന്ധാദികളാകുന്ന വിഷയങ്ങളെ ബഹിഹി കൃത്വ പുറത്ത് നിർത്തിയിട്ട്. വർത്തമാനകാലത്ത് നമ്മളിതിൽ ഗംഭീരന്മാരാണ്. എങ്ങനെയാ അത് ചെയ്യുന്നത്? ഇതിലൊക്കെ പറയുന്ന ധ്യാനം, മെഡിറ്റേഷനൊക്കെ നമുക്ക് എളുപ്പത്തിൽ പരിശീലിക്കാൻ പറ്റും. നമ്മൾ ആ മോഡ് ശരിയാക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ എവിടെയെങ്കിലും വീട്ടിൽ പോയി ഏതെങ്കിലും ആരുടെയെങ്കിലും കൂടെ, ഭാര്യ പറഞ്ഞു നമുക്ക് ഇന്നടുത്ത് പോകണം, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു ഇന്നടുത്ത് പോവാം. കുട്ടിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അവൻ മോളും മോനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഇവരാണെങ്കിൽ ഇവിടെ ഓരോ കത്തി വയ്ക്കുന്ന ഓരോ അമ്മാവന്മാരും അവരിവരൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ബഹളത്തിലിങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. പലരും പലതും ഒക്കെ പറയുമ്പോൾ ഇതിലൊരാൾ പതുക്കെ ഫോണെടുത്തു. എന്താ അതിലെ ഓരോ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇടയ്ക്ക് ചോദിക്കും, അല്ലേ അങ്ങനെയല്ലേ? ആ അതെ 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 ആ അതെ അതെ അതെ. അപ്പം എങ്ങനെയാണ്? ഇവരുടെ കാര്യങ്ങളിലൊന്നും ഇല്ല, ഒക്കെ പുറത്ത് നിർത്തുന്നുണ്ട്, കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല, വെറുതെ ഇങ്ങനെ അടിച്ചു വിടുന്നതാ. പലപ്പോഴും നമ്മൾ ബാഹ്യമായ എല്ലാറ്റിനെയും പുറത്ത് നിർത്തി ഈ മൊബൈലിൽ മാത്രം ഏകാഗ്രപ്പെടുന്നുണ്ട്. ഇനി ആ മൊബൈലാണ് മൊത്തത്തിൽ നിങ്ങളെന്ന് കരുതിയിട്ട് ഉള്ളിലിരിക്കുന്ന ഒരാളുണ്ട്, മൂപ്പർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കൂ. നടക്കുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം ഇത് പറയുന്നത്. ഉദാഹരണം ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് പലതിനെയും പുറത്ത് നിർത്തി നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് വരാൻ പറ്റുന്നത് പോലെ നമ്മുടെ ആക്ടിവിറ്റിയും നമുക്ക് മൊത്തത്തിൽ പുറത്ത് നിർത്താം. ആ സമയത്തൊക്കെ നിങ്ങൾ കാത് അടയ്ക്കുന്നുണ്ട് വേറൊരു പ്രകാരത്തിൽ, അതിനത്ര ഇത് കൊടുക്കുന്നില്ല. ഇവിടെ ഇതിലാണ് കൊടുക്കുന്നത്. കാരണം മാത്രമല്ല നിങ്ങളുടെ ചെവിയിൽ 2 ഇയർഫോണും ഉണ്ട്, പോരെ. പിന്നെ ഉച്ചത്തിൽ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ബാഹ്യാൻ സ്പർശാൻ ബഹി കൃത്വ, ഈ വിഷയങ്ങളെയൊക്കെ പുറത്താക്കി പുറത്ത് നിർത്തിയിട്ട് ചക്ഷുഹു ഭ്രുവോഹോ അന്തരേ, കണ്ണിനെ ഇരുപുരികങ്ങളുടെയും മധ്യത്തിലേക്ക് കണ്ണിൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കണം. അത് ഏതെങ്കിലുമൊക്കെ ഏടാകൂടം ചെയ്ത് പിന്നെ ആ തകരാറിലാക്കണ്ട. ഭ്രൂമധ്യത്തിൽ നാസികാഗ്രം സ്വം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് കരുതാറുണ്ട്, അങ്ങനെയല്ല. ഇവിടെ ഭ്രൂവർ മധ്യ, അടുത്ത അധ്യായത്തിൽ വരുമ്പം
നാസികാഗ്രം, സ്വം നാസികാഗ്രം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുമ്പ് ഇവിടെ പറഞ്ഞത് ഇതായതുകൊണ്ട് ഇതാണ് അതിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കുക. അവിടെ അത് നോക്കാൻ ശ്രമിക്കുക. അവിടെ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് ഒന്ന് കരുതി അവിടേക്കൊരു നോക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ തന്നെ ബാഹ്യദൃഷ്ടി മാഞ്ഞു പോകും. അങ്ങനെ ചക്ഷുഹു ദൃഷ്ടിയെ ഭ്രുവോഹോ പുരികങ്ങളുടെ മധ്യേ അന്തരേ നടുവിൽ കൃത്വ ചെയ്തിട്ട് നാസാഭ്യന്തരചാരിണൗ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുന്ന ആ പ്രാണവായുവിനെ, ആരൊക്കെയാണത്? പ്രാണാപാനൗ, പ്രാണവായുവിനെയും അപാനവായുവിനെയും ശ്വാസോച്ഛ്വാസങ്ങളെ സമൗ കൃത്വ അതിങ്ങനെ വളരെ ബോധപൂർവം അതിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക. പ്രാണനെങ്ങനെ അങ്ങനെ ഒന്നും ആക്കി ബലം അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യണ്ട. വളരെ സാവകാശം അതുപോലെ സാവകാശം പുറത്തേക്ക് വിടുക. കുംഭക പൂരക രേചക ഇപ്പം ഇവിടെ പറയുന്നില്ല. അപ്പം തൽക്കാലം എന്താണ് അതിനെ അങ്ങനെ സമമാക്കി ഒരുപോലെയാക്കി യഥേന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ ഒന്ന് അടക്കി വിഗതേച്ഛ ഭയക്രോധ, ഭയം, ക്രോധം, ഇച്ഛ ഇത്യാദികളെയൊക്കെ ഒഴിച്ചു നിർത്തിയിട്ട്, ഇതിപ്പം മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വല്ലവരോടുള്ള അടി കൂടിയിട്ടൊന്നുമല്ല, ഞാൻ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഇവന്മാരെന്താ പറയണതെന്ന് കേൾക്കട്ടെ എന്ന് കരുതിയിരിക്കുകയല്ല. ആർക്കും എതിരായിട്ടുള്ള യുദ്ധമല്ല ധ്യാനം. എന്തായാലും വിഗതേച്ഛ ഭയക്രോധ, ഇച്ഛയും ഭയവും ക്രോധവും അതിനെയൊക്കെ അടക്കിയിട്ട് മോക്ഷപരായണ, മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക, സമാധിയാവുക. ഇപ്പം ആധുനിക സമാധി ഉണ്ടല്ലോ, അങ്ങനെയുള്ള സമാധിയാവുക എന്നുള്ള പരിപാടിയല്ല ഇത്. ഇതെന്താ? സ്വതന്ത്രനാവുക, ആ പരമാനന്ദം അനുഭവിക്കാനുള്ള, എൻ്റെ ഈ കേവലം ഈ ശരീര മനോബുദ്ധി ഉപാധികളിൽ പരിമിതനല്ല ഞാൻ, എൻ്റെ ആ അപരിമേയമായിട്ടുള്ള ഞാൻ എന്ന ഉണ്മയിലേക്ക് എൻ്റെ പ്രയാണമാണ്. അതെനിക്ക് അനുഭവിക്കണം. അതിനുള്ള യാത്രയാണ്. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യം എന്നാ. ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? ദേശകാല വസ്തു പരിമിതികളെ അതിവർത്തിക്കലിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തുവിനെ കൊണ്ടും ഉള്ള പരിമിതിയാണ് ബന്ധനം എന്ന് പറയുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ഇത് മൂന്നും അതിവർത്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. അത് ശരീര മനോബുദ്ധി ഉപാധിയിൽ ഞാനാണ് എന്നുള്ള തീവ്രമായ ചിന്തയും ആ അജ്ഞാനത്തിലാണെങ്കിൽ അത് സാധ്യമല്ല. ഞാൻ പരിമിതനാണ്. ഒരു ദേശത്ത് ഒരു കാലത്ത് വസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം തന്നെയാണ്. അപ്പം എനിക്കതല്ലാത്തൊരു ഞാനുണ്ടേ, അതാണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ അതാണ് എപ്പോഴും ഞാൻ എന്ന് പറയുന്നത് അതാ. അപ്പം ആ ഞാനിനെ ഞാൻ അറിയുന്ന പരിപാടി, അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷപരായണ, അതിനെ പ്രാപ്യസ്ഥാനമായി അത് ലക്ഷ്യം വെച്ച് മുനിഹി, ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ച വാക്ക് എന്താ? മുനി എന്നാണ്. യതി, മുനി, സന്യാസി, യോഗി. ആ മുനി ആരാണോ? യഹ അസ്തി, യാതൊരുവനുണ്ടോ, സഹ അവൻ, സദാ മുക്തായേവ, അവൻ എപ്പോഴും മുക്തനാണ്, അവൻ എപ്പോഴും സ്വതന്ത്രനാണ്.
അന്ധക്കരണ ശുദ്ധി, അതിനാണ് ചിത്തശുദ്ധി എന്ന് പറയുക. അതുപോലെ തന്നെ അറിവ്, ജ്ഞാനം, ആ ജ്ഞാനം ഹേതുവായിട്ടുള്ള സ്വാതന്ത്ര്യം, അതാണ് മോക്ഷം. ഇവൻ എന്തനുഭവിക്കുന്നു? അവൻ അനുഭവിക്കുന്നു എന്ന് പറയാണ് ഭഗവാൻ അടുത്ത ശ്ലോകം കൊണ്ട് ഈ അധ്യായത്തെ ഉപസംഹരിക്കുകയാണ്. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഒരു സന്ദേഹവും ഇല്ലാതെ, ഒരു സംശയവും വേണ്ട എന്ന് പറയാം. എന്താണ്? യജ്ഞതപസാം, യജ്ഞമാകുന്ന തപസ്. ഇതാണ് തപസ്, ജ്ഞാനയജ്ഞ. 4-ാം അധ്യായത്തിൽ യജ്ഞത്തെക്കുറിച്ചും തപസ്സിനെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഭോക്താരം, സർവലോക മഹേശ്വരം, ഈ സകല ദുനിയാവിൻ്റെയും നേതാവായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ, അങ്ങനെയുള്ള ആ ഭഗവാൻ സർവഭൂതാനാം സുഹൃതം, എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ഒന്നൊഴിയാതെ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാറ്റിൻ്റെ എന്താണ്? സുഹൃതം, പ്രിയങ്കരനാണ്, ഹിതത്തെ കാക്ഷിക്കുന്നവനാണ്. അതാണ് സുഹൃതം. അങ്ങനെയുള്ള സുഹൃതം മാം, അങ്ങനെയുള്ള എന്നെ, ഞാൻ ഇന്നെന്ന ആളുകൾക്ക് മാത്രം പ്രിയപ്പെട്ടവനാണ്, എന്നെ ഭജിക്കുന്നവൻ്റെ ലിസ്റ്റ് ഒരുത്തൻ്റെയും പാപവും പുണ്യവും ഞാൻ എടുക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവനവൻ്റെയാണ്. ഒന്നും എന്നെ അതിൽ പെടുത്തരുത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സുഹൃത്താണ്. സർവഭൂതാനാം സുഹൃതം മാം, പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളുടെയും സുഹൃത്തായിട്ടുള്ള എന്നെ ജ്ഞാത്വ, അറിഞ്ഞിട്ട്. അപ്പം ഏത് ഭഗവാനെ അറിയേണ്ടത്? ഏതോ കാലത്ത് ഏതോ ദേശത്ത് എവിടെയോ ഉള്ള ഒരു ഭഗവാനെ അല്ല. എന്തൊരു വ്യക്തതയും ക്ലാരിറ്റിയാണ്. അവിടെയാണ് നമുക്ക് എല്ലാറ്റിനോടും എന്തുണ്ടാവുന്നത്? ആദരവുണ്ടാവുന്നത്. അല്ലാതെ ഏതോ ഒരു ദൈവം എവിടെയോ ഉണ്ട്, നിങ്ങളെന്തിനായാലും വിശ്വസിക്കണം? എന്നിട്ട് മൂപ്പരെ ആരും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഇല്ല, കാണാൻ പറ്റില്ല. ഒക്കെ ശരിയാ, പക്ഷെ കാണാൻ പറ്റുന്ന ഒന്നുണ്ടല്ലോ. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം മോനെ. അടുത്ത് നിൽക്കുന്നവനെ, അതാരും ആവാം, മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. അവനെ അനുജനായി കാണാൻ പറ്റുമോ? ചിന്മയാൻ സ്വാമികൾ പറയും, ഒരു മരത്തിൻ്റെ കൊമ്പിൽ നമ്മൾ കൈ പിടിക്കുമ്പോൾ അനുജൻ്റെ ചുമലിലാണെന്ന് ഓർമ്മ വേണം. ഈ ജ്യേഷ്ഠൻ്റെ, ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായം ഉണ്ടാവുക, അച്ഛൻ്റെയോ ആരുടെങ്കിലുമൊക്കെ ചുമലിലാണ്. അപ്പോൾ ഒരു ഐക്യപ്പെടലുണ്ട് പ്രകൃതിയോട്. ആരും നമ്മളെ അന്യരല്ല. ഏതൊക്കെ പ്രകാരത്തിൽ ഇവരൊക്കെ നമ്മളാണേ. നിങ്ങളിങ്ങനെ നിങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ആ നാളികേരം വലിച്ചിട്ടു. എന്നിട്ട് അത് കൂട്ടിയിട്ട് അവിടുന്നാണ് ഇപ്പോൾ ഈ ഉച്ചയ്ക്കും വൈകുന്നേരവും രാവിലെയൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാളികേരം അരച്ച് ചമ്മന്തിയാക്കിയിട്ടും അല്ലാതെയും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഈ രാവിലെ ഒന്ന് രാവിലെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ഒരു നാളികേരത്തിൻ്റെ ഏകദേശം അരമുറിയോളം നമ്മൾ തന്നെ തീർത്തിട്ടുണ്ട്. ആ നാളികേരം ഇന്ന് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. എനിക്ക് പോഷകമായിട്ട് മറ്റൊരു രൂപത്തിൽ. നമ്മൾ ഈ ചോരയോടിയ കണക്കൊക്കെ പറയുമല്ലോ,
നമ്മൾ ഈ രക്തബന്ധമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, രക്തബന്ധം കൊണ്ട് പറയുകയാണെങ്കിൽ കൊതുകൊക്കെ എന്തു ഭയങ്കര രക്തബന്ധമുള്ള ആളാണ്. നമ്മുടെ രക്തം എടുത്ത് എങ്ങനെ പോകുമ്പോഴേ നമ്മുടെ രക്തം ഇവൻ്റെ ഉള്ളിൽ ഓടുന്നത്. നമ്മുടെ അനുജനാണോ മകനാണോ ആരാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എടാ, നിൻ്റെ ഉള്ളിൽ ഓടുന്നത് എൻ്റെ രക്തമാണ്, ഓർമ്മ വേണം. കുറച്ചെടുക്ക്, പതുക്കെ, എന്നെ വേദനിപ്പിക്കാതെ നീ എടുത്തോ. എനിക്കറിയാം നിനക്ക് രക്തമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയാം. മഴയ്ക്കോ പോ. അവനെന്നെ തോന്നുന്നു, ഇയാൾ തരക്കേടില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ പറക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഇതാ രക്തബന്ധം. ഈ പറഞ്ഞ പോലെ തെങ്ങിൻ്റെ ഈ നാളികേരമൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കർമ്മമായി, വാക്കായി, ചിന്തയായി, എന്തൊക്കെയായി. ഇത് തെങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാറ്റിൻ്റെയും ഇല്ലേ, എല്ലാറ്റിനോടും ഇല്ലേ. പ്രാണനെ കൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ലേ. നമ്മൾ ശ്വസിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഇത് പ്രകൃതിയിൽ ആരൊക്കെ എല്ലായിട്ടും നമുക്ക് ഓതപ്രോതം എന്ന് പറയും. ഈ തോർത്തുമുണ്ട് തുണി നെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് പോയതുപോലെ. അങ്ങനെ ഞാനെയാ പറയുന്നത്, സൂത്രേ മണികണായി വാ എന്ന് പറയും മുന്നിലേക്ക്. ഞാൻ എല്ലാറ്റിൻ്റെയും സുഹൃത്താണ്. ആ സുഹൃത സർവഭൂതാനാം സുഹൃതം മാം ജ്ഞാത്വ. അതിനെന്താ? അറിഞ്ഞിട്ട്. അപ്പോൾ അതിനെ അറിയണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്നും പോകേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങളിൽ അതിനെ അറിയണം. അപ്പം നിങ്ങളിൽ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളവനിലൊക്കെ അത് അറിയാൻ സാധിക്കും. അതാണ് ഈ കാണുന്നതെല്ലാം എന്ന്. അത് അവനവനിൽ അറിയാതെ വേറെ എവിടെയെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അറിഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെയാണ് ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം എന്ന് പറയുക. അങ്ങനെയുള്ള മാം ജ്ഞാത്വ, എന്നെ അറിഞ്ഞിട്ട്, മുനിഹി, യോഗിഹി, സന്യാസി, ആര് വേണമെങ്കിലാവാം, ശാന്തിം ഋച്ഛതി, ശാന്തിയെ പ്രാപിക്കുന്നു. ശാന്തിയെ കിട്ടാൻ ഈ ഒരു വഴിയല്ലാതെ വേറെ ഒരു വഴിയില്ല. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ. ഇങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയാകുന്ന ഉപനിഷത്തിൽ ശ്രീകൃഷ്ണാർജുന സംവാദമാകുന്ന 5-ാം അധ്യായമായിട്ടുള്ള സന്യാസയോഗം എന്ന ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്കിനി നാളെ 6-ാം അധ്യായമായിട്ടുള്ള ധ്യാനയോഗം, വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്, മെഡിറ്റേഷൻ. ഇതുവരെ കേൾക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതൊരു നല്ല അവസരമാണ്. അവർക്കൊക്കെ ഇതിന് ലിങ്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.